വിജയദശമി ദിനത്തിൽ അക്ഷരലോകത്തേക്ക് കൈപ്പിടിച്ച കുരുന്നുകൾ. തിരൂർ തുഞ്ചൻപറമ്പ്, കോട്ടയം പനച്ചിക്കാട് ഉൾപ്പെടെ പ്രമുഖ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത്. തിരൂർ തുഞ്ചൻപറമ്പിൽ പുലർച്ചെ 5 മണി മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കൃഷ്ണശിലാ മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമായി ആയിരക്കണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം നുകരാൻ ഭാഷാപിതാവിന്റെ മണ്ണിലെത്തിയത്. ഈ അറിവ് സ്വാതന്ത്ര്യമാണ് എന്നൊരു സംസ്കാരം തുഞ്ചൻപറമ്പ് ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് മറ്റെവിടെ ഉള്ളതിനേക്കാൾ എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായ എഴുത്തിനിരുത്താണ് തുഞ്ചൻപറമ്പിൽ നടക്കുന്നത്. വടക്കം പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്. 5 മണി മുതൽ തന്നെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിരുന്നു. 17ഓളം ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് എഴുത്തിലെഴുത്ത് ചടങ്ങുകൾ ആരംഭിച്ചത്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലും വിദ്യാരംഭ ചടങ്ങുകൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. 56 ആചാര്യന്മാരുടെ കീഴിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാരംഭം കുറിച്ചു. തിരുവനന്തപുരത്ത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ 1000-ലധികം കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത്. അറിവിന്റെ, അക്ഷരങ്ങളുടെ, കലയുടെ ലോകത്തേക്ക് ചുവടുവെക്കുന്ന ഓരോ കുരുന്നിനും ഇതൊരു നല്ല തുടക്കമാവട്ടെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.